ഹലോ ഗൈസ്, SKV ഇൻസൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൂലി കണ്ട് ഇറങ്ങിയിരിക്കുകയാണ് ലോകേഷ് കനകരാജ് മൂവി. അതുതന്നെയാണ് ഏറ്റവും വലിയൊരു ഫാക്ടർ. ഈ ഒരു സിനിമ ഫസ്റ്റ് ടേക്ക് ഫസ്റ്റ് ഷോ കാണാൻ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹം തന്നെയാണ്. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിന്റഡ് ആക്കിയതും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഞാൻ ആദ്യമേ പറയാം. എനിക്കൊരു ആവറേജ് ഫീൽ, അതിനപ്പുറത്തോട്ടൊന്നും ഈ സിനിമ എനിക്ക് എന്നെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് ആ തിയേറ്ററിൽ സൃഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയണം. അതിന് കാരണമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ്, മെയിൻ സ്റ്റാർസ് പല അതായത് മലയാളത്തിൽ നിന്ന് ഉണ്ട്. സൗബിൻ ഉണ്ട്, പിന്നെ ബാബുരാജ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിനൊന്നും വലിയ റോളൊന്നുമില്ല. സൗബിൻ അത്യാവശ്യം നല്ല റോൾ തന്നെയായിരുന്നു. പക്ഷേ ചില സ്ഥലത്തൊക്കെ എനിക്ക് സൗബിൻ്റെ ക്യാരക്ടർ, അതായത് ഒന്ന് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ രജനീകാന്ത് എന്നുള്ളൊരു വലിയൊരു ഫാക്ടർ, അദ്ദേഹത്തിൻ്റെയും എന്താ പറയുക, അദ്ദേഹം കൊടുത്ത റോള് നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് അദ്ദേഹത്തിൻ്റെ ഒരു 50 years കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ്. അതും കൂടി ഇതിനകത്ത് ടൈറ്റിൽ കാർഡിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനും പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേവ് പോലെയാണ്. ആക്ച്വലി കുറച്ച് സ്ഥലത്ത് ഹൈ ആണ്, മറ്റു സ്ഥലത്ത് ഭയങ്കര ഡൗൺ ആണ്. അത് BGM ആണെങ്കിൽ കൂടി അങ്ങനെ തന്നെയാട്ടോ, ഒരു വേവ് കണക്കിനാണ്. ചില സ്ഥലത്ത് നല്ല സൂപ്പറായിട്ട് BGM നന്നായിട്ട് കയറി വരും. പക്ഷെ അതേപോലെ താഴോട്ടും നല്ല രീതിയിൽ മോശമായിട്ട് ചെയ്ത സീൻസും ഉണ്ട്. ഇനി എടുത്തൊന്നും ഞാൻ ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയുന്നില്ല. നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് സ്വയം തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഉപേന്ദ്രയുടെ ക്യാരക്ടർ, അദ്ദേഹത്തിന് കുറച്ച് സീൻസേ ഉള്ളൂ, പക്ഷേ ഉള്ളത് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വരുമ്പോൾ ഉള്ള ആ ഒരു അദ്ദേഹത്തിന്റെ ഇൻട്രോയുടെ സമയത്തുള്ള BGM ഒക്കെ എനിക്ക് വളരെ ഇഷ്ടമായി. പിന്നെ സത്യരാജിന്റെ ക്യാരക്ടർ ആണെങ്കിൽ കൂടി അധികം റോൾസും, അദ്ദേഹത്തിന്റെ വൈസാണ് സ്റ്റോറി പോകുന്നത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ചാണ് സ്റ്റോറി പോകുന്നത്. പക്ഷേ വലിയ സീൻസോ കാര്യങ്ങളോ കോമ്പിനേഷൻ സീൻസോ ഒന്നും വളരെ കുറവായിരുന്നു. പിന്നെ ശ്രുതിഹാസൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാനുള്ളത് നാഗാർജുന സൂപ്പർവായിട്ട് ചെയ്തിട്ടുണ്ട്. ചില സമയത്ത് രജനീകാന്തിനേക്കാൾ കുറച്ച് കൂടി മുകളിലോട്ട് പോയത് നാഗാർജുനയാണെന്ന് പറയേണ്ടതായിട്ട് വരും. പിന്നെ ലാസ്റ്റ് ക്യാമിയോ അമീർ ഖാൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കോമഡി ആക്കി കളഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ലോകേഷിന്റെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു റോളക്സ് വൈസ് അത് നമ്മൾ കണ്ട് ആ ഒരു ഇമ്പാക്ട് നമ്മുടെ തലയിലിരിക്കുകയാണല്ലോ. LCO അല്ല, LCO ആയിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോയിട്ടില്ല. ബട്ട് അമീർ ഖാനെ പോലെ ഒരു ആളെ കൊണ്ടുവരുമ്പോൾ, അതും ഹോളിവുഡിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുമ്പോൾ, ആൾക്ക് ചെയ്യാനുള്ളൊരു സാധനങ്ങളൊക്കെ അതിൽ ചെയ്തു വെക്കണം. അതിന് കുറച്ച് ഒരു 2 സീനാണെങ്കിൽ കൂടെ അതിനുള്ളൊരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കണം. പക്ഷെ അത് ഒട്ടും ഉണ്ടായിട്ടില്ല. സ്റ്റോറി വൈസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീഷ ആയിട്ടൊരു സ്റ്റോറി, വളരെയധികം പ്രിഡിക്റ്റബിൾ ആയിട്ടൊരു സ്റ്റോറി തന്നെയാണ്. പിന്നെയും പിടിച്ചു നിന്നത് ഇവരുടെ കുറച്ച് പേരുടെ പെർഫോമൻസ് വൈസ് ആണെന്ന് പറയേണ്ടതായിട്ട് വരും. അനിരുദ്ധിന്റെ BGM പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സൈഡ് നല്ലതാണ്. പക്ഷേ എന്തായാലും വലിയൊരു ഒരു ചേഞ്ച് അദ്ദേഹത്തിന് ഇപ്പോഴും കൊണ്ടുവരാൻ സാധിച്ചില്ല. പഴയ ഏതൊക്കെയോ സിനിമകളുടെയൊക്കെ ഒരു BGMന്റെ റെഫറൻസ് ഉണ്ട്. അത് സ്റ്റോറി വൈസും ഉണ്ട്. എനിക്ക് നമ്മുടെ മലയാളത്തിലെ കൗരവര്, അതേപോലെ കുറച്ച് ലിയോ, അതുപോലെ നമ്മുടെ കൈദി, പിന്നെ അങ്ങനെ എവിടേക്കൊക്കെയോ ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഫീൽ ചെയ്തു. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് പോയി തിയേറ്ററിൽ പോയിട്ട് 1 time വാച്ചബിൾ ആയിട്ട് കണ്ടുവരാവുന്ന ഒരു മൂവി. അതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. അതിൽ കൂടുതൽ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തീരുമാനിക്കുക. ജസ്റ്റ് നിങ്ങൾക്കൊരു 3 hours ജസ്റ്റ് കണ്ടുവരാൻ പറ്റുന്നൊരു മൂവി ഉണ്ട്. ബട്ട് അതർവൈസ് കൂടുതലായിട്ടൊന്നും എനിക്കിതിനകത്ത് ഈ സിനിമയെ പറ്റി പറയാനില്ല. കൂടുതലായിട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡീകോഡിങ് ആയി പോകും. അത്രയൊന്നും ഇല്ലടേ, അതിന് മാത്രം ഇല്ല. കാരണം സെക്കൻഡ് ഹാഫ് ഒക്കെ വളരെയധികം വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതിനുള്ള സ്റ്റോറി ഒന്നും ഉണ്ടായതുമില്ല. ഇതാണ് സിനിമയുടെ ഒരു അവസ്ഥ. ബാക്കി നിങ്ങൾ കണ്ട് തീരുമാനിക്കുക. നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമന്റ് ബോക്സിലൊക്കെ കൊടുക്കുക. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം.